എന്തെല്ലാ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കിന്നൊരു മൈസൂർ മസാല ദോശയാക്കിയാലോ? സൂപ്പർ ടേസ്റ്റിയാ. ഇടോ ഇതിന് ഉള്ളിൽ ഒരു ചുവന്ന ചട്നിയെല്ലാം വെക്കും. നമ്മുടെ സാധാരണ ദോശ പോലെയല്ല. അതിന് വേണ്ടുന്ന എന്തെല്ലാം നമുക്ക് നോക്കാം. 1.5 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട് ഞാൻ. വേണമെങ്കിൽ പച്ചരിയും എടുക്കാം കേട്ടോ. 1.5 കപ്പ് പച്ചരി, പിന്നെ 1/2 കപ്പ് ഉഴുന്ന്, പിന്നെ 1 ടേബിൾ സ്പൂൺ തൂർ ദാൾ, അതായത് സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴുകിയിട്ട് നമുക്കവിടെ ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ നേരത്തേക്ക് കുതിർത്ത് വെക്കണം. കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ 1/2 കപ്പ് അവിലും കൂടി വേണം ഇതിൻ്റെ കൂടെ. അത് ഞാൻ വേറെ തന്നെ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ മറ്റേ അരി അരക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു 2 പ്രാവശ്യം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ അവിൽ ഒരു 10 മിനിറ്റ് മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ബാച്ച് അരച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ചിൻ്റെ കൂടെ ഈ അവിൽ അപ്പോഴത്തേക്ക് കുതിർന്ന് വന്നിട്ടുണ്ട്, അതും കൂടെ ഇട്ട് അരച്ചെടുക്കാം. അങ്ങനെ സ്മൂത്ത് പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട, ഒരു തരി പോലെ അങ്ങനെയാണ് വേണ്ടത്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് വേണ്ടത്. ഇതിങ്ങനെ അരച്ച് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഇഡ്ഡലിക്ക് മിക്സ് ചെയ്യുന്ന പോലെ കൈയിട്ട് കലക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സ്പൂൺ കൊണ്ട് തന്നെ കലക്കി വെച്ചാൽ മതി. കാരണം ഉപ്പെല്ലാം അതിൽ അധികം കലങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നിട്ട് കലക്കിയിട്ട് നമുക്കൊരു ഭാഗത്ത് മൂടി വെക്കാം. നാളെ രാവിലേക്ക് അത് പതിഞ്ഞ് പൊങ്ങി നല്ലോണം വന്നോളും. ഇനി ബാക്കി പണി നാളെ രാവിലെ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു റെഡ് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കടലപ്പരിപ്പിൻ്റെ കളിയായി. അത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു വലിയുള്ളി, അതെങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ടാം. കാരണം ചെറുങ്ങനെ മുറിച്ചിട്ടാൽ നമുക്ക് വാടുക എളുപ്പമായിരിക്കും. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 4 കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത്. കളറ് നല്ലോണം കിട്ടും, എന്നാൽ എരിവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സൗകര്യത്തിന് ചേർക്കാം. പിന്നെ അതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി അതിട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് വഴഞ്ഞ് വരുമ്പോൾ ഒരു 4 വെളുത്തുള്ളി. ഇത് ചെറുങ്ങനെ മുറിച്ചതാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോനെ കാണുന്നത്. ഒരു 4 പല്ല് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്കെന്താ ചേർക്കേണ്ട? ഒരു 2 പിഞ്ച് പെരുങ്കായം, 1 ടീസ്പൂൺ ജീരകം. എല്ലാം കൂടി നല്ലോണം മൂത്താൽ ഇതിന് ഇറക്കി തണുക്കാൻ വെച്ചിട്ട് തണുത്താൽ നമുക്ക് അരച്ചെടുക്കാം. അതൊരു ഭാഗത്തുനിന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. ഒരു പാന്, മറ്റേ നമ്മൾ വാട്ടിയ ചീനച്ചട്ടി തന്നെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ചൂടായോണ്ട് 1 ടീസ്പൂൺ കടുക്, ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് നല്ലൊരു മണം വരും. ആ മസാലക്ക് നല്ലൊരു മണമായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ പറിച്ചിട്ട 2 കായ്മുളക്, 2-3 കായ്മുളകും കൂടി നുള്ളിയിട്ടിട്ട് അതിലേക്ക് 1 വലിയുള്ളി നേർങ്ങനെ നല്ലോണം നീളത്തിൽ അരിഞ്ഞിട്ട് അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി 2 പച്ചമുളക്. ഇനി ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഞാൻ ആദ്യം തോലർന്ന് പൊടിച്ച് വെച്ചതായത് അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 പിഞ്ച് പെരുങ്കായം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്യാം. പക്ഷെ എനിക്കിങ്ങനെ കുറച്ചൊന്ന് കടിക്കുന്ന പോലെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഇനി കുറച്ച് മല്ലിയിലയും തൂവി ഇറക്കി വെക്കാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചട്നീൻ്റെത് ആറിയിട്ടുണ്ട്, ഇത് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല കളറില്ലേ, അത് കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് ആ കളർ അങ്ങനെ. നമ്മളെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ മറ്റേ ഇഡ്ലി മാവ് പോലെ പൊന്തി നിൽക്കുന്നൊന്നുമില്ല, ഒരു സാധാരണ മാവൻ. അപ്പോൾ അതിനെക്കൊണ്ടൊരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് മിക്സ് ചെയ്തിട്ട് അതിനെക്കൊണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ നല്ലോണം വെന്തോളും. അതിന് ശേഷം മൂടി എടുത്തിട്ട് നമുക്ക് ചട്ടുകം കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലാറ്റ് ദോശ കിട്ടും. അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ ഇനി വെളിച്ചെണ്ണയാലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ തേച്ച് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു രീതി. നമ്മൾ അരച്ച് വെച്ച റെഡ് ചട്നി ഉണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് തേച്ചെടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് മസാല വെച്ച് കൊടുക്കുക. മടക്കി എടുത്ത് പ്ലേറ്റിൽ വെച്ച് തിന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതേപോലെ ഒന്നും കൂടി ചുട്ട് കാണിക്കാം. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ചുട്ട് വെച്ചൊന്ന് പരത്തിയെടുത്തിട്ട് ആസ് യൂഷ്വൽ നമ്മളെ മസാല ദോശക്ക് ഈ ചട്നി ഇല്ല, അത്രയേ ഉള്ളൂ. നമ്മളെ മസാല ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇഡ്ലി മാവിൻ്റെ അതേ തന്നെ ഉപയോഗിക്കും, പക്ഷെ ഇവരിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ശരി, എന്നാൽ എല്ലാവരും വ്യത്യസ്തത നമ്മളും അറിയണ്ടേ അല്ലേ? അപ്പം ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊരു നല്ല കളറാണ് കാണാൻ, സൂപ്പർ ടേസ്റ്റാണ്. വെലിങ്ങനെ ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു തേങ്ങാ ചട്നിയും കുറച്ച് തക്കാളി ചട്നിയും മാത്രമേ അരച്ചിട്ടുള്ളൂ. ഇല്ലേ സാമ്പാറില്ലേ എൻ്റെ മക്കൾ തിന്നൂല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വരുന്നത് വരെ താങ്ക് യു.